ഇത് യഥാർത്ഥത്തിൽ ഒറിജിനൽ സനതുള്ള മുടിയല്ല. 2005 ബറക്കാത്ത് സയ്യിദന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന മുടിയും 2010 ശേഷം പിന്നീട് ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാനപുരക്കൂർ മുസ്ലിയാർ ഹസ്രജിയിൽ നിന്ന് കൊണ്ടുവന്ന എന്ന് പറയപ്പെടുന്ന മുടിയും രണ്ടിന്റെയും ഉത്ഭവം ബോംബെയിലെ ഏറ്റവും വലിയ ലോക്കൽ തട്ടിപ്പുകാരന്റെ കയ്യിൽ നിന്നാണ്. വ്യാജ മുടിയാണ് അത്. മുജാഹിദ് പ്രസ്ഥാനം വ്യക്തമായി പറഞ്ഞു. അതിന്റെ പിന്നാലെ ക്യാമ്പയിനുമായി കേരളക്കരയിൽ EK വിഭാഗം വന്നു. EK സമസ്തയിലെ ആളുകൾ അത് ക്ലിപ്പിട്ട് അതിന്റെ ഉത്ഭവം കാണിച്ച് അത് പൊളിച്ചെഴുതി കൊടുത്തിട്ടുണ്ട്. പൂലോട് മുജീബ് ഫൈസി എന്ന വ്യക്തി തന്നെ ഒരു 7 മിനിറ്റ് ആ കാര്യം വിശദീകരിക്കുന്നത് ക്ലിപ്പോട് കൂടി നിങ്ങളൊന്ന് കേട്ടോളൂ. മൗലാന ആസാദ് റോഡിലെ സൂത്തർവാല ബിൽഡിംഗിന്റെ 3ാമത്തെ ഫ്ലോറിലാണ് ഈ പറയുന്ന ഇഖ്ബാൽ ജാലിയാവാലയുടെ താമസം. ഇയാൾ മർഹറ ഷരീഫിലല്ല, ഇയാൾ മർഹറ ഷരീഫിലാണ് എന്ന് പറഞ്ഞ് പ്രസംഗം നിർത്തുന്നത് 200 300 എന്നല്ല, ഒന്നിലേറെയുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട ഉസ്താദുമായി ബന്ധപ്പെടാറുണ്ട്. ഉസ്താദ് അവിടെ ബന്ധപ്പെടാറുണ്ട്. അവിടുത്തെ നേർച്ചയ്ക്ക് എല്ലാ വർഷവും ഉസ്താദിനെ ക്ഷണിക്കാറുണ്ട്. ഉസ്താദ് ആ സയ്യിദന്മാരോട് പലപ്പോഴും എനിക്ക് ഒരു മുടിയെങ്കിലും തരുമോ എന്ന് പലപ്പോഴും കേണപേക്ഷിക്കാറുണ്ട്. പക്ഷേ കൊടുക്കാറില്ല. അവസാനം 4 വർഷം മുമ്പ് 2 ഷഅർ മുബാറക് ഉസ്താദിന് അൽഹംദുലില്ലാ കൊടുത്തു. മർഹറ ഷരീഫിൽ ആരാണ് കൊടുത്തത്? മുഹമ്മദ് ജാലിയാവാല എന്ന അവിടുത്തെ സയ്യിദാണ് കൊടുത്തത്. കൊടുക്കുമ്പോൾ 2 സാക്ഷികളെ നിർത്തിയാണ് കൊടുത്തത്. ആ 2 സാക്ഷികളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരും ഉറുദുക്കാരാണ്, നല്ല മനുഷ്യന്മാരാണ്, ഇൽമിന്റെ അഹ്ലുകാരുമാണ്. ആ 2 പേരെ സാക്ഷി നിർത്തി. സാക്ഷിപത്രം കൊടുത്തിട്ട് സനദും കൊടുത്തിട്ട് ആ സനദിൽ ഈ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല സയ്യിദാണ്, അയാൾ ഡൽഹിയിലെ മർഹറ ഷരീഫിലാണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുത്തുന്നത്. ഇല്ല മക്കളെ, അല്ല. ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാലയെ ഉസ്താദ് ഹമീദ് ഫൈസി അമ്പലക്കടവ് കൊണ്ടുചെന്ന് സമീപിക്കുന്നു. അതാ ഇന്നലെ വന്നുപോയ ഇമ്രാനാണത്, ജാലിയാവാലയുടെ പുത്രൻ. ആ ഇമ്രാനിൽ നിന്നാണ് 5500 രൂപ മുടക്കിയിട്ട് ഉസ്താദ് ഹമീദ് ഫൈസി അമ്പലക്കടവ് 7 മുടി വാങ്ങുന്നത്. ആ മുടിയാണ് നമ്മൾ കഴിഞ്ഞ 28-ാം തീയതി വ്യാജ മുടി പ്രദർശനത്തിന് വെച്ചത്. അത് ഹബീബിന്റെതല്ലെന്ന് തെളിയിക്കാൻ ഇഖ്ബാൽ ജാലിയാവാലയാണ് ഉസ്താദിന്റെ അപ്പുറത്ത്. നമ്മുടെ ഖുവ്വത്തുൽ ഇസ്ലാം അറബി കോളേജിന്റെ പ്രിൻസിപ്പളായ ഉമർ ഹുദവിയാണത്. അതിന്റെയും ഇഖ്ബാൽ ജാലിയാവാലയുടെ മകനായ ഇമ്രാന്റെയും നടുവിൽ നിൽക്കുന്നത് സുലൈമാൻ ദാരിമി ഏലംകുളം. ആ പൊതിയിലുള്ളത് 7 മുടിയാണ്. ആ 7 മുടിയാണ് അത് ഏറ്റുവാങ്ങുന്നത്. പ്രിയപ്പെട്ട മുസ്ലിമെ, ഒന്നാലോചിക്കണേ. ഇത് ഹബീബിന്റെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഇഖ്ബാൽ ബറക്കാത്തിയല്ല, അയാള് സയ്യിദല്ല. അയാള് ബോംബെയിലെ ഞാൻ പറഞ്ഞ സകല തട്ടിപ്പ് വസ്തുക്കളും വിൽക്കുന്ന എല്ലാ കളവ് വസ്തുക്കളും വെള്ളിയാഴ്ചകളിൽ വിൽപ്പന നടത്തുന്ന ചോർ ബസാറിലാണ് ഈ ഇഖ്ബാലിന്റെ താമസം. ഈ സ്റ്റേജിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ ഹാജി, അദ്ദേഹം ബോംബെയിൽ പോയപ്പോൾ അവിടെയുള്ളതായ ആളുകൾ അന്ന് അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് ചോർ ബസാറിൽ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ചുകൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സമൂഹമേ, ഒന്ന് നോക്കുക. ഈ കാണുന്നതായ ഹമീദ് ഫൈസി കഥ കൈമാറ്റ രേഖ കൈമാറുകയാണ്. ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല അയാള് സയ്യിദല്ല. അതുകൊണ്ടല്ലേ AP പത്രസമ്മേളനം നടത്തിയപ്പോ എവിടുന്ന ഒന്നാമത് മുടി കിട്ടിയതെന്ന് ചോദിച്ചപ്പോ മദീനയിൽ നിന്നും. 2005 മർക്കസിൽ തിരുകേശമുണ്ട് എന്ന് താങ്കൾ പറയുകയുണ്ടായിട്ടില്ലേ? ഉണ്ട്. അതെവിടെ നിന്നാണ്? അത് വേറെ 2 വഴിക്ക് ലഭിച്ചതുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരിഫ് ബറക്കാത്തി അല്ല, ഈ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല ബറക്കാത്തി ആയിരുന്നെങ്കിൽ ആ ബറക്കാത്തി കുടുംബത്തിലൂടെയും ബോംബെയിലുള്ള മറ്റൊരാൾ വഴിയുമെന്ന് പറയുന്നുണ്ട്. ആ ബോംബെയിലെ മറ്റൊരാൾ ആരാ? ആ ബോംബെയിലെ മറ്റൊരാളാണ്. ഇന്നിപ്പോൾ നിങ്ങൾ മാറ്റി പറഞ്ഞു ഇഖ്ബാൽ ബറക്കാത്തി, അദ്ദേഹം ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല ബറക്കാത്തിയാണെന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിന് നിങ്ങൾ നൽകിയതായ അഭിമുഖത്തിൽ പറഞ്ഞു, ഈ പറഞ്ഞ ഇഖ്ബാൽ ജാലിയാവാല ബറക്കാത്തിയായിരുന്നെങ്കിൽ ബോംബെയിലുള്ള മറ്റൊരാൾ വഴിക്ക് എന്ന് പറഞ്ഞ ആ മറ്റൊരാൾ ആരാണ്? അയാൾ ബറക്കാത്തിയാണെങ്കിൽ പിന്നെ രണ്ടാമത് പറയണ്ടല്ലോ. എന്തിനായിരുന്നു സാക്ഷാൽ മൗലവി അങ്ങനെ പറഞ്ഞിരുന്നത്? ഏപ്പിന്റെ പ്രസ്താവനകളും പച്ചക്കെട്ടോളി. അന്നൊന്നും ഉണ്ടാകാത്ത തരത്തിൽ വിശ്വാസികൾക്ക് അതിന്റെ ദർശന പുണ്യം ഉൾപ്പെടെയുള്ളത് കിട്ടട്ടെ എന്ന നിലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിന്റെ ആശയം വരാതിരുന്നത്? അത് രണ്ടും തെറ്റാണ് നിങ്ങൾ പറയുന്നത്. അതിന്റെ മുമ്പ് ജനങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല.
പഠിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ കാണിച്ചിട്ടുണ്ട്, ആളുകൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. അതെവിടെ നിന്ന് വന്നതാണ്? അത് വന്നത് മദീനയിൽ നിന്ന് വന്നത്. മദീനയിൽ നിന്നാണല്ലോ എല്ലാം വരുന്നത്. ശ്രീ കാന്തപുരം, പക്ഷെ അതിന്റെ വഴി താങ്കൾ പറയുന്നില്ല. എന്തിനാണ് അതിലൊരു രഹസ്യം? ഇല്ല, ഒരു രഹസ്യവുമില്ല. വഴിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി രണ്ടാമത് പറയേണ്ടതില്ല. മദീനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിൽ 2 പരമ്പരയുണ്ട്. അത് ഒന്ന് ബർക്കാത്തി സാദാത്തുക്കളുടെ പരമ്പരയാണ്, ഒന്ന് ബോംബെയിലുള്ള മറ്റൊരാളിൽ നിന്നിട്ട് ലഭിച്ചതാണ്. അന്നൊന്നും ഇതൊരു വലിയ ആരാധനാ കേന്ദ്രമാണ്. ആരാണ് ഈ ബോംബെയിലുള്ള മറ്റൊരാൾ? ആരിഫ് ബറക്കാത്തിയുടെ കൈവശം ലഭിച്ചതായി ഈ മുടി ജാലിയാവാല ബറക്കാത്തിയാണെങ്കിൽ ബോംബെയിലുള്ള ആൾ എങ്ങനെ ബറക്കാത്തിയാകും? അയാൾ ബറക്കാത്തിയല്ല, അയാൾ മറ്റൊരാളാണ്. പറയണം, ആരാണ് ഈ മറ്റൊരാൾ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ കപട നാടകം കളിക്കുന്നത്? വിശദീകരിക്കും തോറും കൂട്ടരെ ഇത് സങ്കീർണമാവുകയുള്ളൂ. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് മുടി വാങ്ങി